ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഫ്രൂട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഉറപ്പാണ്. നമുക്ക് ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പൊക്കെ എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കസ്കസ് ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റിയിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്നൊരു കാര്യമാണല്ലോ കസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മെയിൻ വേണ്ടത് നമ്മുടെ ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ ക്യാരറ്റ് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നല്ലപോലെ തണുത്ത ശേഷമാണ് നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കി തുടങ്ങേണ്ടത്. ഇപ്പോൾ നല്ലപോലെ ക്യാരറ്റെല്ലാം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പാലാണ്. അത് കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം അങ്ങോട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 സ്കൂപ്പോളം വാനിലയുടെ ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഐസ്ക്രീം ഇല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ ചേർത്ത പാലില്ല, അതിൻ്റെ ബാക്കി പാല് കൂടി നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ പാല് കാച്ച് ഫ്രീസർ വെച്ച് തണുപ്പിച്ച് നല്ല ഐസാക്കി എടുത്താൽ മതി, ഫ്രീസ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത്. ഇപ്പം അങ്ങോട്ട് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റാണ് ഐസ്ക്രീം എല്ലാം ചേർത്തതുകൊണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് റിച്ചായിട്ട് നമുക്കൊന്ന് കഴിക്കുന്നത്. നമുക്ക് കഴിക്കുമ്പം നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് നമ്മളെ ക്ഷീണം മാറിക്കിട്ടുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ വയറ് നിറയാൻ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാലം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയിലെ സീഡില്ലാത്ത അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാതള നാരങ്ങയിൽ അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിപ്പോൾ നിങ്ങളുടെ പക്കൽ ഏത് പഴമാണോ അത് നിങ്ങൾക്ക് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാൻ ഇപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബദാം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് റൈസൻസ് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ യെല്ലോ കളർ റൈസൻസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ കസ്കസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുക. അതായത് നമ്മൾക്ക് ഇതുപോലെ മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന ടൈമിൽ സെർവ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഈ ചൂട് സമയത്ത് അതാണെങ്കിൽ നോമ്പ് സമയത്തൊക്കെ ആണെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ബോഡി നല്ല തണുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ വയറൊക്കെ നല്ലതായിട്ട് ഫില്ലായി നിൽക്കുകയും ചെയ്യും. നമ്മളെ ഫ്രൂട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അപ്പം നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഫ്രൂട്ട്സ് ആണോ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ചേർക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.